ജയിക്ക കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന് തന്നോട് വ്യക്തിപരമായി മുൻപ് തന്നെ പ്രശ്നങ്ങളുണ്ട്. ശബരിമല യുവതീ പ്രവേശന കാലയളവുമായി ബന്ധപ്പെട്ട് അന്ന് സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്നത് തന്ത്രി പറയുന്നത്. നോക്കൂ, അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ്. അതിന്റെ തൊട്ടു പിന്നാലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പെരുങ്കള്ളൻ എന്ന് പറയുകയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ. കോടതി പ്രഥമ ദൃഷ്ടിയാൽ ഇത് നിലനിൽക്കില്ല, തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം പെരുങ്കള്ളൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ എങ്ങനെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കുന്നത്? അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് ചർച്ചയുടെ വിശദമായ മറ്റൊരു ഘട്ടത്തിൽ വരിക തന്നെ ചെയ്യാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നു, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ബഹുമാനീയനായ തന്ത്രിയുടെ വാർത്താ സമ്മേളനാനന്തരം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, സവിശേഷകരമായ പ്രതിപക്ഷ രാഷ്ട്രീയ ധാരയിൽ നിലയുറപ്പിച്ചിരിക്കുന്നവർ, ഇവർ സ്വീകരിച്ചിട്ടുള്ള സമീപനം അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. യുക്തിസഹമായി ചിന്തിക്കാൻ സാധ്യതയുള്ള ഏതു സാധാരണക്കാരനായ UDF-കാരനെയും കോൺഗ്രസ്സുകാരനെയും പോലും അത്ഭുതപ്പെടുത്തുന്നതും നാണിപ്പിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതൃപദവി അലങ്കരിക്കുന്നവർ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. ഇദ്ദേഹം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചർച്ചയുടെ കോൺഗ്രസ് പ്രതിനിധിക്ക് അങ്ങ് അനുവദിച്ചു കൊടുത്ത സമയത്തിൽ 6 or 7 തവണ അദ്ദേഹം ആവർത്തിച്ച് ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള ആദരണീയനായ വകുപ്പ് മന്ത്രി സഖാവ് MB രാജേഷ് ചോദിച്ചു പോലും തന്ത്രിക്ക് എന്താണ് പ്രത്യേക പദവി എന്നുള്ളത്. ആ ചോദ്യം ഏത് കണ്ടസ്റ്റിലാണ്? ഒരു ആരാധനാലയത്തിന്റെ പൗരോഹിത്യ ചുമതല വഹിക്കുന്ന ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് പ്രത്യേക പദവി? അതല്ലല്ലോ നമ്മൾ ഉയർത്തിയത്. നമ്മളുടെ നാട്ടിൽ ഭരണഘടനാ സംബന്ധമായിട്ട് കോടതി ഈ പറയുന്ന ശബരിമലയിൽ നടന്ന തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധന നടത്താൻ SITയെ ചുമതലപ്പെടുത്തുന്നു. SIT ഇപ്പോഴും കൺസിസ്റ്റന്റ് ആൻഡ് ഫിയർലെസ് എന്ന് ഈ പറയുന്ന തന്ത്രിയുടെ അറസ്റ്റിന് ശേഷവും ആവർത്തിക്കട്ടെ. ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള CPIMന്റെ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടല്ലാത്ത, ഞങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത, ഞങ്ങളുടെ പാർട്ടി അംഗമല്ലാത്ത കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ, സവിശേഷകരമായി ശബരിമല, അതിന്റെ ആകെ മേൽനോട്ട ചുമതലയുള്ള ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഇദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷവും അവർക്ക് SIT സീൽ ചെയ്ത കവറിൽ കൃത്യമായ ഇടവേളകളിൽ സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ന്യായാധിപ സംഘം പറയുന്നു എന്താണ് അവരുപയോഗിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട പദം? മൂവ് ഫിയർലെസ്ലി ആൻഡ് കൺസിസ്റ്റന്റ്ലി എന്നുള്ളതാണ്. അതായത് ഭയരഹിതമായും സത്യസന്ധമായും വിശ്വാസ്യതയുടെയും വസ്തുതയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതുവരെ നടത്തിയ അറസ്റ്റ്, വസ്തുതകളുടെ വെളിച്ചത്തിൽ നിങ്ങൾ നടത്തിയ നീക്കം, ആ നീക്കം അപങ്കുര മനസ്യൂതെ മുമ്പോട്ടേക്ക് പോകട്ടെ. കോടതിയുടെ സന്ദീപ് വാര്യരും കോട്ട് ചെയ്യുന്നത് അതേ കോടതിയുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിലടക്കം പ്രതിഷേധം നടന്നത്. വിജിലൻസ് കോടതി എന്താണ് തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ജയിക്ക? അപ്പോൾ പ്രതിപക്ഷം വെറുതെ അങ്ങ് പറയുകയല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ഇതിൽ കുടുക്കാൻ ശ്രമിച്ചുവെന്ന്. അവരുടെ മുന്നിൽ വളരെ വ്യക്തമായി കോടതിയുടെ സ്റ്റാൻഡ് ഉണ്ടെന്ന് ആ വിഷയത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ആ പ്രതികരണം വരുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാദം ഇപ്പോൾ അങ്ങ് തന്നെ മുഖവിലക്കെടുത്ത് എന്നോട് ചോദിച്ചു. എനിക്കതിൽ വിരോധമില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഇതിന് സമാനമായി തന്നെ ഈ കേസിലെ മറ്റു പ്രതികൾ ഉണ്ടായിരുന്നുവല്ലോ, മുരാരി ബാബു ഉൾപ്പെടെയുള്ള മറ്റു സംഘാംഗങ്ങൾ. ആ സംഘാംഗങ്ങളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ഓർമ്മയിൽ നിർബന്ധമായും ഉണ്ടാകും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ വിധി പ്രസ്താവം പ്രതികരണങ്ങൾ നടത്തിയ മറ്റൊരു സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു, ഇല്ലേ? എന്തായിരുന്നു ആ സമയത്തെ സിംഗിൾ ബെഞ്ചിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ നടത്തപ്പെട്ട ഒരു പ്രതികരണം? എന്റെ ഓർമ്മ ശരിയെങ്കിൽ അന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ. ചില പ്രത്യേക ആളുകളിലേക്ക് എത്തുമ്പോൾ December 5 എന്ന ഡേറ്റ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ, അതിനുശേഷം സ്റ്റാഗ്നൻസി, അതാണ് കോടതി ഉപയോഗിച്ച ഒരു പദപ്രയോഗം. അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്കിൽ, അന്വേഷണ സംഘത്തിന്റെ നിലപാടിൽ ഒരു മരവിപ്പ് വന്നിരിക്കുന്നു എന്ന പ്രതികരണം നടത്തിയത് ഈ പറയുന്നത് പോലെ ഈ കേസിലെ മറ്റൊരു പ്രതി വസ്തുതകളുടെയും ലഭ്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ SIT പിടിച്ചെടുത്ത് ജയിലിൽ ഇട്ട പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സമാനമായ പ്രതികരണം മറ്റൊരു ബെഞ്ച് നടത്തി. അന്നും ഞങ്ങൾ പറഞ്ഞു ഈ കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് സമ്പൂർണ്ണ മേൽനോട്ട ചുമതല വഹിക്കുന്ന ഒരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കവേ
ആ മേൽനോട്ട ചുമതല വഹിക്കുന്ന കോടതിയുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു പ്രയോഗം അതുതന്നെ നിയമകാര്യങ്ങളിൽ അനുചിതമാണ് എന്ന പ്രതികരണം നടത്തിയത് CPIM മാത്രമല്ല. ഈ കാര്യങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് നിയമകാര്യങ്ങൾക്കകത്ത് അസാധാരണ പാണ്ഡിത്യമൊന്നും വേണ്ട, സ്വാഭാവികമായി യുക്തിസഹമായി ചിന്തിക്കാൻ സാധ്യതയും കരുത്തും ശേഷിയും ഒക്കെയുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ നിയമജ്ഞർ പറഞ്ഞു ഇത് തന്നെ അത്ഭുതകരമാണ്, ഇത് അസാധാരണത്വമുള്ളതാണ്, ഇത് അപൂർവമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങയുടെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അതിനുശേഷം SITയുടെ റിപ്പോർട്ട് വീണ്ടും പരിഗണിച്ചു. ആര് പരിഗണിച്ചു? ഈ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. എന്തായിരുന്നു പ്രതികരണം? SITക്ക് പരിപൂർണ പിന്തുണ. SITയുടെ അന്വേഷണത്തിൽ ഒരു സ്റ്റാഗ്നേഷനും ഇല്ല. ആരെ തള്ളിക്കളഞ്ഞു? ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ച് കോടതികളുടെ ദുരഭിദിഷ്ടമായ, തെറ്റുധാരണാജനകമായ നിയമകാര്യങ്ങളിൽ അപൂർവങ്ങളിൽ അത്യപൂർവമെന്നോ അസാധാരണമുള്ളതെന്നോ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തെറ്റായ ജുഗുംസാവകമായ എല്ലാ പ്രതികരണങ്ങളെയും തള്ളിക്കളഞ്ഞു. ആര്? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല തള്ളിക്കളഞ്ഞത് ഈ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും സമ്പൂർണ്ണമായും സമഗ്രമായും മേൽനോട്ട ചുമതല വഹിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. ഇല്ലേ? ആ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ഈ കാര്യങ്ങളെ, അറസ്റ്റിനെ സംബന്ധിച്ച ഫിയർലെസ് ആൻഡ് കൺസിസ്റ്റന്റ് മൂവ് എന്ന് SITയെ അഭിനന്ദിച്ചത്. ഇനി ഒറ്റ കാര്യം കൂടെ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം 6 or 7 തവണ പറഞ്ഞു തന്ത്രിക്ക് പ്രത്യേക പദവിയില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ പ്രത്യേക പദവിയില്ല എന്ന് പറഞ്ഞ കണ്ടസ്റ്റ് എന്താണ്? ഒരു ക്ഷേത്രത്തിൽ, ഒരു മുസ്ലിം പള്ളിയിൽ, ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ ഒരു കൊള്ള നടന്നു എന്ന് കരുതുക. ആ കൊള്ളയുടെ ഭാഗമായി നടത്തപ്പെടുന്ന അന്വേഷണങ്ങളിലും വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു പുരോഹിതനെ പിടിച്ചാൽ, ഒരു ഇമാമിനെ പിടിച്ചാൽ, ഒരു പൂജാരിയെ പിടിച്ചാൽ, അയ്യോ ഞങ്ങളുടെ പൂജാരിയെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളുടെ ഇമാമിനെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളുടെ വിശ്വാസം വ്രണപ്പെടുത്തേ എന്ന് പറയുന്നത് സത്യസന്ധമായി അന്തസ്സുള്ള വിശ്വാസികളുടെ പ്രതികരണമല്ല. ഞാനിപ്പോ സന്ദർഭവശാൽ ഓർക്കുന്നത് ഗാന്ധിയുടെ ഒരു പ്രതികരണമാണ്. അത് പങ്കുവെച്ചുകൊണ്ട് ഞാനത് ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ വിഭജിക്കണമെന്ന ആവശ്യവുമായി, ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി മുഹമ്മദ് അലി ജിന്ന പറയുന്നു. ഗാന്ധി വിഷമത്തോടെ ക്രോധാകുലനായിട്ടാണ് ചോദിക്കുന്നത്, എന്തിനു വേണ്ടി? അന്ന് പറയുന്ന ഒരു മറുപടിയുണ്ട്. 2026 ഇവർക്ക് നാരങ്ങാവെള്ളം ഒഴിച്ചുകൊടുത്ത് RSSന് പിന്തുണ അറിയിച്ച കോൺഗ്രസും ലീഗും ഇന്ന് നിയമസഭയിൽ ഒത്തുചേർന്നല്ലോ. അവർക്ക് ഇപ്പോഴും പ്രസക്തജനകമായി ചില്ലിട്ട് വെക്കാൻ കഴിയുന്ന വാചകമാണ് ഗാന്ധി പറയുന്നത്. ഫോർ ദ സേക്ക് ഓഫ് അവർ റിലീജിയൻ വി നീഡ് എ ന്യൂ നേഷൻ എന്ന് ജിന്ന പറയുമ്പോൾ ഗാന്ധിയുടെ മറുപടി എന്താണ്? യു ആർ ഡൂയിങ് ഇർറിലീജിയസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. നിങ്ങൾക്ക് മതവുമായി ബന്ധമില്ല, മതത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ചിലത് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മതവുമായി ബന്ധമില്ലാത്ത മതവിരുദ്ധരാണ് നിങ്ങൾ. അങ്ങനെയാണ് ഗാന്ധി പറയുന്നത്. ഇപ്പൊ തന്ത്രിയുടെ വാചകത്തെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തെ തുരങ്കം വെച്ചിരിക്കുന്നു, നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ആ തീരുമാനിച്ച കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്ന് RSSന് കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ കണ്ടതാണല്ലോ. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇയാളുടെ വീട്ടിലേക്ക് ആദ്യം പോയത്? ഏതു നേതാവിനെയാണ് SITയുടെ അറസ്റ്റിന് ശേഷം ആദ്യമായി വിവരം അറിയിക്കാൻ അദ്ദേഹം ആദ്യം വിളിച്ചത്? ഏത് നേതാവിനെയാണ്? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂട്ടുകെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. BJPയുടെ കാർമ്മികത്വത്തിൽ കോൺഗ്രസും ലീഗും ചേർന്ന് കേരളത്തിൽ നടപ്പിലാക്കിയ രാഷ്ട്രീയ അശ്ലീല സമരമുണ്ട്. ആ അശ്ലീല സമരത്തിന്റെ ഒരു മിനിയേച്ചർ രൂപം ഇന്ന് കേരള നിയമസഭയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. കാരണം എന്താണ്? കേരളത്തിലെ നിയമസഭയിൽ RSSന്റെ അക്കൗണ്ട് സഖാവ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പൂട്ടിച്ച അക്കൗണ്ടിന്റെ ക്ഷീണം മാറ്റാൻ തൃപ്പൂണിത്തുറ അംഗം പക്ഷെ ഞാൻ അവിടെയും ആവർത്തിക്കുന്നുണ്ട് ജയിക്ക്. ഇപ്പോൾ ജയിക്ക് കോടതി ചെയ്യുന്നത് കോടതിയാണെങ്കിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന അതേ കോടതിയെ കുറിച്ചാണ് സന്ദീപ് വാര്യരും പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.